അധികാരികളുടെ അനാസ്ഥയുടെയും അവഗണനയുടെയും നേർക്കാഴ്ചയായി മാറുകയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. ഉദ്ഘാടനം കഴിഞ്ഞ് 5 വർഷം പിന്നിട്ടിട്ടും ഒരു ബസ് പോലും ഈ സ്റ്റാൻഡിൽ ഇന്നുവരെ കയറിയിട്ടില്ല. പാഴാക്കിയത് ലക്ഷങ്ങളാണെന്നിരിക്കെ ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുള്ള കാര്യം തന്നെ തുടക്കമിട്ടവർ മറന്ന മട്ടാണ്. കൊപ്പം ടൗണിന്റെ വികസനവും ഗതാഗതക്കുരുക്കിന് പരിഹാരവും ലക്ഷ്യമിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് പണിതത്. 30 ലക്ഷത്തോളം രൂപ ചിലവിട്ട് പണിത ബസ് സ്റ്റാൻഡ് 2008 മാർച്ച് 22-ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സ്റ്റാൻഡിനൊപ്പം 10 മുറികളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും മൂത്രപ്പുരയുമെല്ലാം നിർമ്മിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ NP മരക്കാർ സൗജന്യമായി വിട്ടുനൽകിയ 50 സെന്റ് സ്ഥലത്തായിരുന്നു ബസ് സ്റ്റാൻഡ് പണിതത്. എന്നാൽ ഉദ്ഘാടനം നടത്തിയതൊഴിച്ചാൽ ഇന്നവരെ ഒരു ബസ് പോലും ഈ സ്റ്റാൻഡിൽ കയറിയിട്ടില്ല. കൊപ്പം ടൗണിൽ നിന്നും ഏറെ ഉള്ളിലായതും സമയനഷ്ടവുമെല്ലാം പറഞ്ഞ് തുടക്കത്തിൽ തന്നെ ബസ്സുകൾ ബസ് സ്റ്റാൻഡിനെ കൈയൊഴിഞ്ഞു. സ്റ്റാൻഡിൽ കയറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നായിരുന്നു ബസ് ഉടമകളുടെ വാദം. ഇതോടെ ലക്ഷങ്ങൾ ചെലവിട്ട് പണിത ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായി മാറി. അടുത്തിടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ ചില കച്ചവടക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. എങ്കിലും ഉദ്ദേശലക്ഷ്യം ഇപ്പോഴും നടപ്പായിട്ടില്ല. നിലവിൽ കൊപ്പത്ത് വന്നുപോയി സർവീസ് നടത്തുന്ന ബസ്സുകളെ പോലും സ്റ്റാൻഡിൽ കയറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പാഴായത് ലക്ഷങ്ങളാണെന്നിരിക്കെ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ള കാര്യം തന്നെ അധികാരികൾ മറന്നുമട്ടാണ്. അതേസമയം ബസ്സുകൾ കയറുന്നില്ലെങ്കിലും സ്റ്റാൻഡ് ഫീസ് കൃത്യമായി പഞ്ചായത്ത് പിരിച്ചെടുക്കുന്നുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വരുമാന ഇനത്തിൽ പഞ്ചായത്തിന് ഇപ്പോൾ കാര്യമായ നഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ ബസ് സ്റ്റാൻഡ് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്.